You could tell who was with the company. Everyone was like all black. And what I needed, so I was deliberating whether to hold on to them. So like handle your punches or throw your punches, and yeah, just that was not me. But ever done. So this is one of the few things that actually someone saw after we saw. I don't know how. I don't know. I have some years ago. You start doing this stuff already. One day, book or movie. സോ അപ്പോൾ നമ്മളെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചെറിയ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അതായത് സാമ്പിൾസും കാര്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഒരു സാമ്പിൾ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് എല്ലാതും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കലത്തെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയാം. പക്ഷേ ലൈഫ് ദീസ് ഡേയ്സ് കുറച്ച് ടഫായി പോണ പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം ഭയങ്കര ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു ഫീലും. പിന്നെ എനിക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതിൽ കൂടെയാണ് ഒരു കഴിഞ്ഞ 1 ആഴ്ച 2 ആഴ്ചത്തോളമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് റൂട്ടീനെല്ലാം തെറ്റി. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ കുറേ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ബാക്ക് ടു പഴയതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആണ് വർക്കിന് പോണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ എൽബോ ചെറിയൊരു വേദന വന്നിട്ട്, അതായത് എനിക്ക് മുന്നുണ്ടായിരുന്നു ആ പെയിന്, ഒരു ബോണിൻ്റെ അവിടെ ഒരു പെയിനായിട്ട്. പക്ഷെ അത് വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്തിരുന്നു, പക്ഷേ വെയിറ്റൊന്നും അധികം ഇതാക്കാൻ പറ്റുന്നില്ല, പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ ഉണ്ട്. ഇനി അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കൺസിസ്റ്റൻ്റ് ആക്കണം. എൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ കാര്യങ്ങൾ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യില്ല. അതെല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ്. ഞാനും അതിലൊരു ബുദ്ധിമുട്ടുള്ള, എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ഇല്ലാണ്ട് വരുമ്പോൾ ഉള്ളിലൊരു വിഷമം തോന്നും. പല ദിവസങ്ങളിൽ ഒരു വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് തോന്നി തുടങ്ങും, ഇന്നത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു തോട്ട് വരും. ആ തോട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നെ വല്ലാണ്ട് ഡൗൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്യണം. കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറയുന്നത് അത് ഭയങ്കര ഇഷ്യൂ ആണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അത് ഭയങ്കര ഇഷ്യൂ ആണ്. പിന്നെ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് വരാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതും. ഞാൻ ഇതല്ലാണ്ട് അടിപൊളിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു പീരീഡിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു കംഫർട്ടിൽ എത്തിയ പോലത്തെ ഒരു ഫീല് എനിക്ക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം, ആ ഒരു കംഫർട്ടിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം ഞാൻ എനിക്ക് ഇടാൻ പറ്റുന്ന എഫേർട്ട് ഞാൻ മൊത്തം ഇടാണ്ട് ഒന്ന് പതുക്കെ ഇതിൽ നിന്ന് മാറുന്ന പോലത്തെ ഒരു ഫീലിൽ നിന്ന് മാത്രമല്ല മാറുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണം. ഒരു പെയിൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സമയത്ത് നല്ല രീതിയിൽ പെയിൻ എന്ന് ഉദ്ദേശിച്ചത് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഓവർകം ചെയ്യണം എന്നുള്ള ഒരു മൊമെൻറ്റിൽ ഞാൻ നല്ല രീതിയിൽ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കംഫർട്ട് സ്റ്റേജിൽ എത്തിയ പോലെ എനിക്കൊരു ഫീല് ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിൽ നിന്നൊന്ന് മാറി ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്.
പക്ഷേങ്കിലും അത് നമ്മൾ മാറ്റിയെടുക്കും പല സമയത്തും. നമ്മളെ തോട്ട്സും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എഫേർട്ട് എടുത്ത് നമ്മൾ മാക്സിമം എന്താണോ സിറ്റുവേഷൻ അത് ഓവർകം ചെയ്യാൻ നോക്കും. അല്ല നമ്മളൊരു കംഫേർട്ടിൽ എത്തിയെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൊന്ന് പതുക്കെ ബാക്കിലേക്ക് ഇങ്ങനെ പോണ പോലെ അത് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ അതിൽ കൂടെ ആവും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ ബ്രാൻഡ് ഇങ്ങനെ ഓരോ സ്റ്റെപ്സും ഇങ്ങനെ കടന്നിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ സാമ്പിൾസ് എടുത്തപ്പോൾ ഒരു ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ എല്ലാം ഒന്ന് ഓക്കെയായി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയും സാമ്പിൾസ് വരാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പ്രിൻസും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഒരെണ്ണം ഫിക്സ് ആക്കണം. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ജൂൺ 6 ഞാൻ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല മീൻസ് എനിക്ക് ഫസ്റ്റ് സാമ്പിൾ കിട്ടുന്നത് തന്നെ ജൂൺ 6 അപ്പോൾ ഫസ്റ്റ് സാമ്പിൾ കിട്ടുന്നത്. ഇനിയും ഞാൻ സാമ്പിളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഇരുന്നില്ല കാര്യങ്ങൾ. ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം എനിക്ക് പറ്റുന്നത് എൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റണം. അതായത് ഞാനിപ്പോൾ UK ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് റിമോട്ട് ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് നേരെ നാട്ടിൽ പോയി അല്ലെങ്കിൽ ഇപ്പം നാട്ടിലുള്ള ഒരാളാണെങ്കിൽ പോയി ഫാക്ടറി വിസിറ്റ് ചെയ്ത് അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ അല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ലോ പ്രോസസ്സും കൂടിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏറെക്കുറെ എന്തായാലും പല ഇഷ്യൂസും ഉണ്ട്. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് മാനുഫാക്ചേഴ്സൊക്കെ കുറച്ചും കൂടിയും ഫ്ലെക്സിബിൾ ആവും. ഇപ്പം എന്നോട് ഒരു മാനുഫാക്ചറായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സാമ്പിൾസ് തരാൻ പറ്റില്ല, ഓർഡർ കൊടുത്തതിന് ശേഷം സാമ്പിൾസ് തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഉണ്ട്. പക്ഷെ അതൊക്കെ എനിക്കത് എന്താ മനസ്സിലാവണില്ല. കാരണം എനിക്കത് സാമ്പിൾസ് കിട്ടി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് പിന്നെ അതുപോലെ ഓരോ പ്രിൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമല്ലേ എനിക്കൊരു ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഒരു 3-4 പേരായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഇഷ്യൂസാണ്. പല മാനുഫാക്ചേഴ്സിനും പല രീതിയിലുള്ള MOQs ആണ്. ഇപ്പോൾ ചിലർ 1000 പീസസ് പറയും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതലായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പല മാനുഫാക്ചേഴ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രോസ് ഔട്ട് ചെയ്ത് വരുമ്പോൾ എന്താ പറയുക, നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സെക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പാരൽ ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിന് അവരുടേതായ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ GSMൻ്റെ ഇഷ്യൂസ്. ചില മാനുഫാക്ചേഴ്സ് GSMന് നമ്മൾ ഉദ്ദേശിച്ച GSMൽ ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചെയ്യുള്ളൂ, ചിലപ്പോൾ അതിൽ കുറവായിട്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഫിൽറ്റർ ചെയ്ത് ഒരു 3-4 മാനുഫാക്ചേഴ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സാമ്പിൾസും പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഇൻ ഹാൻഡ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ അവരെല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലീസും പിന്നെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഉള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ നിന്നെല്ലാതും എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് ആ ഒരു മാനുഫാക്ചറെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പരിപാടികൾ എന്തായാലും സ്പീഡപ്പ് ആക്കണം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ നടക്കണമുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഉള്ളിലൊരു തോട്ട് വരുന്നുണ്ട്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റണില്ല. ഒരു കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ പോലെ നിൽക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയോ എന്നെ ബാക്ക് ചെയ്ത് ഇങ്ങനെ പോണ പോലെ ഒരു ഫീൽ ഉണ്ട്. ഈ ജേണിയിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഉള്ളിലൊരു തോട്ട് ഉണ്ടാവില്ല. ആ ഒരു പല സമയത്തും മെൻ്റലി നമ്മളത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തണ പോലെ ഒരു ഫീൽ വരലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ സക്സസ് ആവുന്നോ, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് എല്ലാ പരിപാടികളും തീരും, ഇങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു 2 വർഷം 3 വർഷം എല്ലാ പെട്ടെന്ന് സക്സസ് ആവണവരും ഉണ്ട്, എല്ലാ ടൈം എടുത്ത് സക്സസ് ആവണവരും ഉണ്ട്. അപ്പോൾ
മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സമയം കണ്ടെത്തുക. പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, എഫേർട്ട് ഇടുക. ഇപ്പോൾ നമ്മൾ ആരെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നിലവിലിപ്പോൾ നിങ്ങളൊരു വർക്കിന് പോകുന്ന ആളാണെങ്കിലും, ഇതിന് വേണ്ടി നിങ്ങൾക്ക് സ്വന്തം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി വർക്കൗട്ട് ചെയ്യുക. ഒരു പോയിന്റ് എത്തുമ്പോൾ പലപ്പോഴും ഞാനും ഈ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഇതൊന്നും വേണ്ട, എല്ലാതും എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫീൽ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിലാവോ എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ, അത് എപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കും. പിന്നെ അതൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാലാണ് അത് മനസ്സിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതുവരെ വർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, അത് കഴിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് അറിയാത്തതാണോ, അല്ലെങ്കിൽ ഇതിലൊന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ഒരു ജേണി എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ആ ഒരു ത്രില്ലായിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ ഇതൊന്ന് ലൈഫിൽ കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള നല്ലൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ടൈം മാറ്റി വെക്കുക.